പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള ദൈവമക്കളെ, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രാഹത്തോട് ദൈവം അബ്രാഹത്തിൻ്റെ ഏകപുത്രനായ ഇസഹാക്കിനെ, അതും അവൻ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ ദഹനബലിയായി അർപ്പിക്കണം എന്നുള്ളൊരു കൽപ്പന ദൈവം അബ്രാഹത്തിന് കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം അബ്രാഹത്തോട് പറയുന്നു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ദഹനബലിയായി അർപ്പിക്കണം. ഒരിക്കലും ഒരു മനുഷ്യ വ്യക്തിയുടെ, ഒരു യുവാവിൻ്റെ ദഹനബലി അല്ല ദൈവം അവിടെ ആഗ്രഹിച്ചത്. പ്രത്യുത ആ ദൈവിക ദാനമായ ദൈവത്തിൻ്റെ സമ്മാനമായ ഇസഹാക്കിനെ അബ്രാഹം ദൈവിക സമ്മാനമല്ലാത്ത വിധത്തിൽ മറ്റെന്തൊക്കെയായിട്ട് ഉള്ളിൽ പ്രതിഷ്ഠിച്ചു, സ്നേഹിച്ചു. ആ സ്നേഹത്തിൽ കളങ്കം, മാലിന്യം കയറി. അതുകൊണ്ട് തന്നെ ഈ ഇസഹാക്ക് ഇപ്പോൾ ഒരു വിഗ്രഹമായി മാറി. ആ വിഗ്രഹത്തെ കൊല്ലണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ ദൈവം അബ്രാഹത്തോട് ഇങ്ങനെ പറയുമ്പോൾ അബ്രാഹം ഒരിക്കലും ദൈവത്തോടൊരു വാദം നടത്തുന്നതോ തർക്കിക്കുന്നതോ സങ്കടപ്പെട്ടുകൊണ്ട് നീ എന്നോട് ഊർദേശത്ത് നിന്നും ഹാരാനിൽ നിന്നൊക്കെ പുറപ്പെട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ കുടുംബത്തെ അപ്പനെയൊക്കെ വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. 25 നീണ്ട വർഷക്കാലം ഞാനൊരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നത് നിന്നിലുള്ള വിശ്വാസം മൂലമായിരുന്നു. 25 നീണ്ട വർഷങ്ങൾ ഞാൻ കുഞ്ഞിന് വേണ്ടി കാത്തിരുന്ന കാലത്ത് ഞാൻ കേട്ട അപവാദങ്ങളും അപമാന അനുഭവങ്ങളും ഒക്കെ നിനക്ക് അറിയാമല്ലോ. ഇടയ്ക്ക് വെച്ച് എനിക്കൊരു തെറ്റു പറ്റിപ്പോയി. എങ്കിലും ഞാൻ കാത്തിരുന്നില്ലേ? നിന്റെ വാക്കിൽ വിശ്വാസം അർപ്പിച്ചിരുന്നില്ലേ? തെറ്റു പറ്റിയതൊക്കെ എൻ്റെ ഭാര്യ സാറ പറഞ്ഞതുകൊണ്ടാണ്. അങ്ങനെ നിന്നോട് വിശ്വസ്ത പുലർത്തിയ ഞാൻ, നീ തന്ന കൊച്ചിനെ പൊന്നോമനയായിട്ട് വളർത്തിക്കൊണ്ടുവന്ന് ഇത്ര വലിയ തെറ്റാണോ? അവനെ ദഹനബലിയായി അർപ്പിക്കണമെന്ന് പറയുന്നതിലുള്ള ന്യായയുക്തി എന്താണെന്ന് വേണമെങ്കിൽ അബ്രാഹത്തിന് നമ്മുടെയൊക്കെ സ്വഭാവം അനുസരിച്ച് ചോദിക്കാമായിരുന്നല്ലോ. അബ്രാഹം ചോദിച്ചില്ല. കാരണം അവിടെയാണ് അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം, അബ്രാഹത്തിന് ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ വലുപ്പം, അബ്രാഹത്തിന് ദൈവത്തിലുള്ള കോൺഫിഡൻസ്. ദൈവം ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അങ്ങ് ചെയ്യുക. ഞാൻ എപ്പോഴും അബ്രാഹത്തെ ഒരു മാതൃകയായി കാണുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. ചില കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ അങ്ങ് ഇറങ്ങി തിരിക്കുക. ഞാൻ പോട്ടെ ആശ്രമത്തിൽ 1996 വരെ 6 വർഷക്കാലം ആദ്യം അനുദിന ശുശ്രൂഷകളുടെ ഡയറക്ടറായി, പിന്നീട് ആ സെൻറ്ററിലെ ഡയറക്ടറായി, ധ്യാന പരിപാടികൾ ഡയറക്ടറായിട്ട് ആയിരുന്ന കാലത്ത് ഏതാണ്ട് 5 വർഷമായപ്പോഴാണ് എന്നോട് ബോംബെ ധ്യാന കേന്ദ്രത്തിലേക്ക്, താബോർ ധ്യാന കേന്ദ്രത്തിലേക്ക് പോകണമെന്ന് ആത്മപിതാവായ നാക്യംബർബച്ചൻ ഒരു സന്ദേശം കിട്ടിയത് എന്നോട് പറഞ്ഞത്. ബോംബെയിലെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തതയൊന്നുമില്ല. അവിടുത്തെ ഭാഷ മറാഠി ഭാഷയുണ്ട്, ഹിന്ദിയുണ്ട്, ഇംഗ്ലീഷിൽ പ്രസംഗിക്കണം. അതിനുള്ള പരിശീലനമൊന്നും അന്ന് എനിക്കില്ല 96. പക്ഷേ ഇത് ദൈവത്തിൻ്റെ സന്ദേശമാണെന്ന് വ്യക്തമായ ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞു. അന്നൊരു സംഭവം ഉണ്ടായി. അപ്പം ഞാൻ നാക്യംബറച്ചനോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോവില്ല എന്ന് പറയുന്നില്ല, അധികാരികൾ പറഞ്ഞാൽ പോകാം. അച്ഛൻ കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട് നാക്യംബറച്ചൻ എന്നോട് പറഞ്ഞു, അച്ഛൻ അങ്ങോട്ട് പോകാൻ മെസ്സേജ് ഉണ്ടെന്ന് അച്ഛൻ അവിടുത്തെ സുപ്പീരിയർ ജനറലിനോട്, അല്ലെ പ്രൊവിൻഷ്യൽ അച്ഛനോട് അങ്ങോട്ട് പോയി പറയണം. അന്നത്തെ പ്രൊവിൻഷ്യൽ അച്ഛൻ ബഹുമാനപ്പെട്ട ജോർജ് കമ്മിട്ടലച്ഛൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു അച്ഛനാണ്. അച്ഛനോട് അങ്ങോട്ട് പോയി പറയണം. സാധാരണഗതിയിൽ അങ്ങനെ ഒരു കാര്യം അധികാരികളടുത്ത് പോയി പറയുന്ന അത്ര ഭംഗിയുള്ള കാര്യമല്ല. പക്ഷെ അന്ന് അവിടേക്ക് ഒരാളെ നിയോഗിക്കണമെന്നുള്ളത് അധികാരികളുടെ ആലോചനാ വിഷയമായിരുന്നതുകൊണ്ടും ആര് പോകുമെന്നുള്ള ചിന്തയുണ്ടായിരുന്നതുകൊണ്ടും അനുകൂല സാഹചര്യമായിരുന്നതുകൊണ്ട് ഞാൻ പോയി ഇക്കാര്യം പറയാൻ തയ്യാറായപ്പോൾ അവരത് സന്തോഷത്തോടെ സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ബോംബെ താബോർ ധ്യാന കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ അവിടെ ധ്യാന കേന്ദ്രത്തിനുള്ള ഒരു 3 ഏക്കർ ഭൂമി സൗജന്യമായി കിട്ടിയതുണ്ട്. അവിടെ ഒരു ഷെഡുണ്ട്, മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല, കുറച്ച് ചുരുക്കം ചില ടീമങ്ങളുണ്ട്. അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന 1-2 വൈദികരുടെ കഠിനാധ്വാനത്തിലൂടെ ക്രമീകരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. 3 ഏക്കർ ഭൂമിക്ക് ചുറ്റും അവിടെ മതിലോ അല്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളമോ ഒന്നുമുള്ള സ്ഥലമൊന്നുമല്ല.
സംവിധാനങ്ങളൊന്നുമില്ല, കെട്ടിടം പണിയാൻ പെർമിഷൻ ഇല്ല. ഈ ഒന്നുമില്ലാത്തൊരു സ്ഥലത്തേക്ക് ഞാൻ ഇറങ്ങിത്തിരിച്ചതിനെക്കുറിച്ച് ഇപ്പം ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുകയാണ്, അന്ന് എൻ്റെ ഉള്ളിൽ എനിക്ക് തമ്പുരാൻ തന്ന ആ ദൈവ നിയോഗത്തോട് ചേർന്ന് വന്ന കൃപയല്ലാതെ മറ്റൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, കഴിവുണ്ടായിരുന്നില്ല. ഞാനതിനു വേണ്ടി ടാലൻ്റ് ഉള്ള ആളായിരുന്നില്ല. പരിശുദ്ധാത്മാവ് തന്ന ഒരു ഗിഫ്റ്റ് മാത്രം, ദൈവ വിളിയിൽ നിന്ന് കിട്ടിയ ഒരു ദൈവ നിയോഗം. 1 കൊരിന്തോസ് 7:17 ഒരു വചനമുണ്ടല്ലോ, ഓരോരുത്തരും അവരവരുടെ വിളിയും നിയോഗമനുസരിച്ച് ജീവൻ നയിക്കണമെന്ന്. ആ എനിക്ക് കിട്ടിയ പൗരോഹിത്യ ദൈവ വിളിയോട് ചേർന്ന് വന്ന ദൈവ നിയോഗമായിരുന്നു 1996 മുതൽ 2007 വരെ 11 വർഷക്കാലം ബോംബെ താബോർ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത്. അന്ന് അവിടെ അങ്ങനെ ചെന്നതുകൊണ്ട് ക്രമേണ ഞാൻ ഇംഗ്ലീഷിലൊക്കെ ധ്യാനിപ്പിക്കാനായിട്ട് തുടങ്ങി. വിദേശ രാജ്യങ്ങളൊക്കെ ഇംഗ്ലീഷ് ധ്യാനിപ്പിച്ചു. മറ്റനേകം ശുശ്രൂഷകൾ ചെയ്യാൻ ഇടവന്നു. അതുപോലെ വടക്കേ ഇന്ത്യയിൽ പലയിടത്തും ധ്യാനിപ്പിക്കാൻ പോയി. അല്ലെങ്കിൽ ഞാൻ എന്നും ഇങ്ങനെ എൻ്റെ കഴിവിൽ നോക്കിക്കൊണ്ട്, എൻ്റെ കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് കേരളത്തിൽ ഒതുങ്ങിക്കൂടുമായിരുന്നു. അതായത് ദൈവം നമ്മളെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ, ഒരു ദൈവ നിയോഗം വെളിപ്പെട്ട് കിട്ടുമ്പോൾ അത് നേരിട്ട് നമുക്ക് വെളിപ്പെട്ട് കിട്ടാം. പക്ഷേ നേരിട്ട് കിട്ടുന്ന വെളിപ്പെടുത്തലിനെ നമ്മളൊന്ന് പഠനവിധേയമാക്കി, നിരീക്ഷണ വിധേയമാക്കി, ധ്യാന വിഷയമാക്കിക്കൊണ്ടിരിക്കണം. കാര്യം എന്താണെന്നറിയോ, നമുക്ക് നേരിട്ട് കിട്ടുന്ന വെളിപ്പെടുത്തൽ നമ്മുടെ മനസ്സിൻ്റെ ചില പ്രത്യേകമായ മേഖലകൾ, അവസ്ഥകളിൽ നമുക്കുണ്ടാകും തോന്നലുകളോ ആഗ്രഹങ്ങളോ ഒക്കെ ആകാം. ചില ഇച്ഛകളിൽ നിന്നോ ഇച്ഛാഭംഗങ്ങളിൽ നിന്നോ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ പദ്ധതികളൊക്കെ വരാം. ചില ആൾക്കാരുണ്ട്, എന്നോട് കർത്താവ് വചനം പ്രസംഗിക്കാൻ പറയുന്നു. ആദ്യം ഒരാൾ അങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഇയാൾ പറയുന്നത് നേരായിരിക്കാം, കാരണം അദ്ദേഹത്തോട് കർത്താവ് പറയുന്നുണ്ടോ എന്നെനിക്ക് അറിയണം. അപ്പം ഞാൻ അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ ഇന്നതുപോലെ ഒരു ചെറിയ ശുശ്രൂഷ ചെയ്യാൻ പറഞ്ഞ് ചെറിയൊരു ഗ്രൂപ്പിനെ ഏൽപ്പിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തുന്നതല്ല, എന്നെ ഷോക്ക് അടുപ്പിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടത്, 2 വാചകങ്ങൾ പോലും തെറ്റുകൂടാതെ പറയാൻ പറ്റാത്ത ഒരാൾ. ഭാഷയില്ലെന്ന് മാത്രമല്ല, പറയുന്ന സന്ദേശങ്ങൾ ഒട്ടും തന്നെ വചനാധിഷ്ഠിതമോ അല്ലെങ്കിൽ ദൈവാത്മാവിൻ്റെ അഭിഷേകമുള്ളതോ അല്ല. മാത്രമല്ല അവിടെ ഇരിക്കുന്ന ജനങ്ങൾക്കൊരു ഉപകാരപ്രദമായ കാര്യവുമല്ല. ഉള്ളിക്കിടക്കുന്ന ഒരു ആശ, അതിനെ ദുരാശ എന്ന് വിളിക്കുക. തനിക്ക് വചനം പ്രസംഗിക്കണം. അതിൽ നിന്ന് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയെ അയാൾ ദൈവത്തിൻ്റെ മെസ്സേജായിട്ട് സന്ദേശമായി എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. ഞാൻ ആരംഭത്തിൽ സ്നേഹത്തോടെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഉൾക്കൊള്ളാനാവാതെ വന്നപ്പോൾ ഞാൻ അല്പം ശാസനാപൂർവ്വം പറയേണ്ടി വന്നു. ഇത് ദൈവത്തിൻ്റെ മെസ്സേജ് അല്ല, ദൈവത്തിൻ്റെ സന്ദേശമല്ല, ഉള്ളിക്കിടക്കുന്ന ഒരു സഫലീകരിക്കപ്പെടാത്ത ആഗ്രഹത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ദുരാശ മാത്രമേ ഉള്ളൂ. അത് ദൈവത്തിൻ്റെ അഭിഷേകം അതിൻ്റെ കൂടെ ഉണ്ടാവില്ല. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇത് മനുഷ്യൻ്റെ ഒരു ബലഹീനതയാണ്. അതുകൊണ്ട് വ്യക്തിപരമായി കിട്ടുന്ന ദൈവിക വെളിപാടുകളെ നമ്മൾ സഭയുടെ പൊതുവെളിപാടിൻ്റെ വെളിച്ചത്തിലും തിരുവചനത്തിൻ്റെ അഭിഷേകമുള്ള അടിസ്ഥാനത്തിലും, അതുപോലെ തന്നെ നമ്മുടെ അധികാരികൾ, നമ്മുടെ സഹപ്രവർത്തകർ, അവരുടെ കൂട്ടായ്മയിലൊക്കെ വെച്ച് അതിനെ ഒന്ന് ശരിക്കും ഉരച്ചു നോക്കേണ്ടതുണ്ട്. സ്വർണം ഉരകല്ലിൽ ഉരയ്ക്കുന്നത് പോലെ നമുക്ക് കിട്ടുന്ന വ്യക്തിപരമായ വെളിപാടുകളെയും ഉൾവെളിച്ചങ്ങളെയും ഒക്കെ നമ്മളൊന്ന് ഉരച്ചു നോക്കേണ്ടതായിട്ടുണ്ട്. അത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു ഉൾക്കാഴ്ച കിട്ടിയിട്ടല്ല, അധികാരികളുടെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ബോംബെയിലേക്ക് പോയി. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള യാതൊരു ഗ്യാരണ്ടിയോ ഒന്നും കിട്ടാതെ തന്നെ പോയതുകൊണ്ട് ആ 11 വർഷക്കാലവും കർത്താവ് അനേകം ഞെരുക്കങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ, ദുരിതങ്ങളിലൂടെ, കൃത്യമായി പറഞ്ഞാൽ ഉരുകി 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 ഒരു മെഴുകുതിരി ഉരുകിത്തീരുന്ന പോലെ ഉരുകിത്തീരുന്ന സഹനങ്ങളിലൂടെ കടന്നുപോയി. അത് ഒരുപക്ഷെ കേരളത്തിലിരിക്കുന്ന ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലാവില്ലായിരിക്കാം. കേരളത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് പോലും മനസ്സിലാവില്ല എങ്ങനെയൊക്കെയാണ് അങ്ങനെ ഉരുകി 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 കടന്നു പോയതെന്ന്. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കാണുന്നു തമ്പുരാൻ വഴി നടത്തിയ ആ മനോഹരമായ വഴി. പക്ഷെ ആ വഴി ദൈവികമായി നോക്കിയാൽ മനോഹരമാകുന്നത്, മാനുഷികമായി നോക്കിയാൽ ദുരിതപൂർണമായ സഹനപൂർണമായ വഴിയാണ്. അത് ഊർദേശത്ത് നിന്ന് ഹാരാനിലേക്ക് വന്നു. ഹാരാനിൽ നിന്ന് ഈ കാനാനിലേക്കുള്ള അബ്രാഹത്തിൻ്റെ തീർത്ഥയാത്ര, കാനാനിലെ ഒരു പുതിയ ജനസമൂഹത്തിന് രൂപം കൊടുക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിക്ക് ഉപകരണമാകുന്ന അബ്രാഹത്തിൻ്റെ മഹോന്നത വിളി, ആ കാനാനിൽ എത്തുവോളമുള്ള മരുഭൂമിയിലൂടെയും യൂഫ്രട്ടീസ് നദിയുടെ കരയിലൂടെയുള്ള
ആ നൊന്തുരുകിയ യാത്ര, അത് വരാൻ പോകുന്ന ഈ മഹാസമ്മാനത്തിനു വേണ്ടി സഹിക്കേണ്ട സഹനമായിരുന്നു. അബ്രാഹത്തിന്റെ ബലിയുടെ ഭാഗമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അബ്രാഹത്തിന്റെ ബലി എന്ന് പറയുന്നത് പുത്രനെ കൊണ്ട് ബലി അർപ്പിച്ചെടുത്ത് മാത്രമല്ല, തൻ്റെ നാടും വീടും വീട്ടുകാരെയും വിട്ടിട്ട് കാനാൻ ദേശമെന്ന വാഗ്ദത്ത ഭൂമിയിലേക്ക് യാതൊരു തെളിവില്ലാത്ത, വ്യക്തതയില്ലാത്ത, ആരാണ് അവിടെയുള്ളത്, എന്താണ് അവിടെയുള്ളതെന്ന് യാതൊരു അറിവുമില്ലാത്തൊരു ദേശത്തേക്ക് ഉള്ളിൽ കിട്ടിയ ഒരു വിളക്കിൻ്റെ വെളിച്ചവുമായി അബ്രാഹം നടന്നു നീങ്ങിയ ആ വീഥികളും ആ അവസരങ്ങളും ഓർത്തു നോക്കുക. അത് ധ്യാനിക്കുന്ന നല്ലതാ. എന്തെന്നറിയോ, നമ്മളൊക്കെ ഇതുപോലൊരു ജീവിതയാത്രയിലൂടെ കടന്നു പോവുകയാണ്. സ്വർഗീയ കാനാനിലേക്കുള്ള യാത്രയാണ് നമ്മുടെ ജീവിതം. അങ്ങോട്ടുള്ള യാത്രക്കിടയ്ക്ക് എല്ലാം സുരക്ഷിതമായിരിക്കണം, സുഭിക്ഷമായിരിക്കണം, പ്രതികൂല സാഹചര്യം വരരുത്, എന്നെ നൊമ്പരപ്പെടുത്തുന്ന, ജഡത്തിന് വേദനയുണ്ടാക്കുന്ന, മനസ്സിന് തളർച്ചയുണ്ടാക്കുന്ന ഒന്നും അരുത് എന്ന് ആദ്യം തന്നെ തമ്പുരാനോട് നമ്മൾ നിർബന്ധപൂർവ്വം ചോദിക്കരുത്. അതൊന്നും വേണ്ട എന്ന് പറയരുത്. അങ്ങനെയുള്ളത് വരുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള ശക്തി തമ്പുരാൻ തരുമല്ലോ. ഗെത്സമനയിൽ പിതാവെ കഴിയുമെങ്കിൽ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എന്ന് ഈശോ പറയുമ്പോൾ പാനപാത്രം പിതാവ് മാറ്റിക്കളഞ്ഞില്ലല്ലോ. പാനപാത്രം വഹിക്കാനുള്ള കൃപയല്ലേ കൊടുത്തത്? മാലാഖമാരെ അയച്ച സമാശ്വാസത്തിൻ്റെ അഭിഷേകമല്ലേ കൊടുത്തത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഞാൻ ഓർക്കുകയാണ്, അന്ന് താബോർ ധ്യാന കേന്ദ്രത്തിലേക്ക് ബോംബെയിലേക്കുള്ള ആ യാത്ര, അവിടെ ചെന്നിട്ടുള്ള 11 വർഷത്തെ ജീവിതം, അവിടെ നിന്ന് പിന്നെ അതിനേക്കാളും കുറേ കൂടെ കൊടും തണുപ്പും കൊടും ചൂടുമുള്ള ഡൽഹിയിലെ ഹരിയാനയിലുള്ള ഫരീദാബാദിലേക്കുള്ള യാത്ര, അവിടെയുള്ള 3 വർഷത്തെ ജീവിതം, അതൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് മുരുങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വരാനായിട്ട് അധികാരികൾ ആവശ്യപ്പെട്ട നിമിഷങ്ങൾ. ഇവിടെ വന്ന് എന്ത് ചെയ്യാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, ഇവിടെ എല്ലാം നമ്മുടെ ജീവിതയാത്രയിൽ, എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ അനുഭവിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ തമ്പുരാൻ ഉള്ളിൽ കൊളുത്തി വെക്കുന്നതിന് വിളക്ക് വേണം. 2 വിദൂരതയിൽ കാണുന്ന തമ്പുരാൻ നമുക്ക് വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്ന ആ ലക്ഷ്യം അതെൻ്റെ ഉള്ളിൽ ഉറയ്ക്കണം. അപ്പം 2 വിളക്കുകൾ കത്തണം. ഒന്ന്, വിദൂരത്തിൽ അങ്ങകലെ തമ്പുരാൻ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യമാകുന്ന വിളക്ക്. ആ ലക്ഷ്യമാകുന്ന വിളക്കിൽ പ്രകാശത്തിലേക്ക് എൻ്റെ കണ്ണുകളെ ഞാൻ എപ്പോഴും തിരിച്ചു നിർത്തണം. 2, അങ്ങോട്ട് പോകാനുള്ള വിളി എനിക്ക് തന്നില്ലേ തമ്പുരാൻ, ആ വിളക്കിൻ്റെ വെളിച്ചം എൻ്റെ ഉള്ളിലുണ്ടാകണം, അതിൻ്റെ ചൂട് എൻ്റെ ഉള്ളിലുണ്ടാകണം. ഈ ചൂട് പോയാൽ പോയി, അതിൻ്റെ വെളിച്ചം പോയാൽ പോയി. നിരന്തരം അതിന് എണ്ണ കൊടുത്തുകൊണ്ടിരിക്കണം. അതിന് തമ്പുരാനുമായിട്ടുള്ള ബന്ധം വേണം. അങ്ങനെയുള്ള സുദീർഘമായ, അതുപോലെ തന്നെ കഠിനാധ്വാനം നിറഞ്ഞ, ത്യാഗം നിറഞ്ഞ, വളരെയേറെ വേദന നിറഞ്ഞ ഒരു ജീവിതയാത്രയിലൂടെ തന്നെയാണ് ലക്ഷ്യത്തിലെത്തേണ്ടത്. സ്വർഗീയ കാനാനിൽ എത്തുവോളം നമ്മൾ ഇതുപോലുള്ള സഹനത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അബ്രാഹത്തോട് ദൈവം പറയുകയാണ്, അങ്ങനെയുള്ള നിന്റെ ജീവിതയാത്രയിൽ ഇതാ നിന്റെ പുത്രനെ ഇപ്പം ബലിയർപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, പുത്രനെ ബലിയർപ്പിക്കണമെന്ന് അബ്രാഹത്തോട് ദൈവം പറയുമ്പോൾ അബ്രാഹം തർക്കിക്കുന്നില്ല. അവിടെയാണ് ഞാൻ അത്ഭുതത്തോടെ അബ്രാഹത്തെ നോക്കുന്നത്, ആദരവോടെ നോക്കുന്നത്. വലിയ ഒരു സാക്ഷിത എൻ്റെ മുമ്പിൽ നിൽക്കുന്നു, തർക്കിക്കുന്നില്ല. അബ്രാഹത്തിന് സംശയങ്ങളും ഉണ്ടാകുന്നില്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അബ്രാഹം ഒത്തിരി കരഞ്ഞിട്ടുണ്ടാകാമെന്ന് എനിക്ക് തോന്നി. ഞാൻ പോട്ടെ ആശ്രമത്തിലായിരിക്കുമ്പോൾ അബ്രാഹത്തിൻ്റെ ആ നിമിഷങ്ങളെക്കുറിച്ച് ഞാനൊരു കവിത എഴുതിയായിരുന്നു. മോറിയ മല കയറും അബ്രാഹം വിറയുന്നു, മനസ്സിൽ നിറയുന്ന 1000 ചോദ്യങ്ങൾ, ഇതെന്തിനാണ് ദൈവമേ എന്നൊക്കെ പറഞ്ഞൊരു പാട്ട്. മോറിയ മല കയറുന്ന അബ്രാഹത്തിന് മനസ്സ് പതറുന്നുണ്ടോ? കാലിടറുന്നുണ്ടോ? കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടോ അബ്രാഹത്തിൻ്റെ? ഇല്ലെന്ന് പറയാനാവില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, ദൈവം പറഞ്ഞതുപോലെ ചെയ്യാനുള്ള അബ്രാഹത്തിൻ്റെ ഉറച്ച തീരുമാനം. അതിന് ന്യായം, യുക്തി, തർക്കം ഒന്നും അബ്രാഹത്തിനില്ല. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതം നയിക്കുന്നവരുടെ ജീവിതത്തിലേക്കൊന്ന് പോവുകയാണ്. അവിടെ കുടുംബജീവിതത്തിൻ്റെ ദുരിതങ്ങളുടെയും പ്രാരാബ്ധങ്ങളുടെയും വേദനകളുടെ സഹനത്തിൻ്റെയൊക്കെ നടുവിൽ നമ്മൾ എന്തുകൊണ്ടാണ് തളർന്നു പോകുന്ന പലരും? പൗരോഹിത്യത്തിൻ്റെ, സന്യാസത്തിൻ്റെ നൊമ്പരങ്ങളുടെയും ദുരിതങ്ങളുടെയും സഹനങ്ങളുടെയും പരിത്യാഗങ്ങളുടെയും ഒക്കെ വേദികളിൽ എന്തുകൊണ്ട് തളർന്നു പോകുന്നു? അബ്രാഹം ദൈവത്തെ നോക്കി, ദൈവത്തെ കേട്ടു, ദൈവത്തെ സ്വീകരിച്ചു, ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവം കാണിച്ചു കൊടുത്ത വഴിയിലൂടെ ചരിച്ചു. ആ ചരിക്കുന്ന ജീവിതയാത്രയിൽ
പരാജയം ഒന്നും ഉണ്ടായില്ലെന്ന് പറയാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. ഹാഗാറിൽ നിന്നൊരു പുത്രനെ ജനിപ്പിക്കുന്ന അബദ്ധം സംഭവിച്ചത് സാറായിയുടെ വാക്ക് കേട്ടതുകൊണ്ടാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ദൈവം ആഗ്രഹിക്കുന്നുകൊണ്ടാണത് വേദപുസ്തകത്തിൽ വിരചിതമായിരിക്കുന്നതും. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് മുന്നേറുന്നവർ ലോകത്തിൻ്റെ വാക്ക് കേട്ട് ഇടയ്ക്ക് വെച്ച് യാത്ര നിർത്തുകയോ തിരിഞ്ഞു നടക്കുകയോ യാത്ര മന്ദഗതിയിലാക്കുകയോ ചെയ്യരുതെന്നാണ്. നമ്മുടെ സമർപ്പണ ജീവിതത്തിൻ്റെയും കുടുംബ ജീവിതത്തിൻ്റെയും വീഥികളിൽ എവിടെയൊക്കെയോ നമ്മളെ തടയാനും വഴിതെറ്റിക്കാനുമുള്ള ദുഷ്ടശക്തികളുടെ കുതന്ത്രങ്ങളുമായി അവർ കാത്തിരിക്കും. അവിടെ നമ്മൾ വഴിതെറ്റിപ്പോകരുത്. പക്ഷേ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്തായിരുന്നാലും അത് ചെയ്യാൻ നമ്മൾ തയ്യാറാകുക. അങ്ങനെ ചെയ്ത് മുന്നേറുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ അനേകം പേരുടെ മുമ്പിൽ സാക്ഷ്യം നൽകുന്നു എന്ന് മാത്രമല്ല, അനേകരുടെ രക്ഷയ്ക്ക് നമ്മൾ ഉപകരണമാകുകയും ചെയ്യുന്നുണ്ട്. അബ്രാഹാം ഈ വെളിപാട് കിട്ടിക്കഴിഞ്ഞ്, ഈ വെളിച്ചം അല്ലെങ്കിൽ സന്ദേശം ദൈവത്തിൽ കിട്ടിക്കഴിഞ്ഞ് അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് 2 വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ദൈവത്തിൻ്റെ കൽപ്പന കിട്ടിക്കഴിഞ്ഞപ്പോഴേക്ക് അബ്രാഹാം തലേരാത്രിയിലാണ് കിട്ടിയതെന്ന് മനസ്സിലാക്കാം. അതിരാവിലെ എഴുന്നേറ്റ് പുറപ്പെട്ടു. കൂടുതൽ ആലോചനയ്ക്കെന്നാലും പ്രശ്നമുണ്ട്, ഭാര്യ സാറായോട് പറഞ്ഞാലും പ്രശ്നമുണ്ട്. ആ ചിന്തയ്ക്കൂടെ ഒന്ന് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണേ. എന്ത് ഇത് ഭാര്യ സാറായോട് പറഞ്ഞില്ല? ഇപ്പം ഈ പറയുന്നതിൻ്റെ അർത്ഥം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും ഒരു തോന്നലോ ആഗ്രഹമോ ഒരു തീരുമാനമോ വന്നാൽ ജീവിത പങ്കാളിയോട് പങ്കുവെക്കരുതെന്നോ, പങ്കുവെച്ചാൽ അത് ആ പാടെ കുഴപ്പത്തിലാകുമെന്നോ അല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഒരു ദൈവിക വെളിപാടിൻ്റെ മുമ്പിൽ മാനുഷിക ആലോചനയ്ക്ക് അബ്രാഹാം നിന്നു കൊടുത്തില്ല. ദൈവിക വെളിപാടിൻ്റെ മുമ്പിൽ ശാസ്ത്രീയ അപഗ്രഥനമില്ല. ദൈവിക വെളിപാടിൻ്റെ മുമ്പിൽ മാനുഷിക പര്യാലോചനകളില്ല. ദൈവിക വെളിപാടുകളുടെ മുമ്പിൽ നമ്മുടെ ബലഹീനത നിറഞ്ഞ ബുദ്ധിയുടെ വിശകലനങ്ങളില്ല. ദൈവിക വെളിപാടിൻ്റെ മുമ്പിൽ നമ്മൾ ഒരിക്കലും വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള മുന്നോട്ട് പോകുന്ന തീരുമാനങ്ങളും ചർച്ചകളൊന്നുമില്ല. അതുകൊണ്ടാണ് അബ്രാഹാം അതിരാവിലെ തന്നെ പുറപ്പെട്ടത്. നേരം വെളുക്കാനോ കുറച്ചും കൂടി കഴിയാനോ ആൾക്കാരോ ചർച്ച ചെയ്യാനോ നിന്നില്ല. സാറായോട്ടും സംസാരിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഒരു വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ, വെളിപാട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി ചെയ്യുക. അത് നീട്ടിക്കൊണ്ട് പോകരുത്. എന്നാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾക്ക് ദൈവിക വെളിപാട് കിട്ടുന്നത് ഇതേപോലെ അല്ലെന്ന് നമുക്കറിയാം. നമുക്ക് ഇന്ന് വ്യക്തമായ ഒരു പശ്ചാത്തലവും ഒരു ക്രമവും ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. തിരുസഭയുണ്ട്, തിരുവചനമുണ്ട്, കൂദാശകളുണ്ട്, ആത്മപിതാക്കന്മാരുണ്ട്, അധികാരികളുണ്ട്, എൽഡേഴ്സുണ്ട്, കുടുംബമുണ്ട്, നല്ല മനുഷ്യരുണ്ട്. അവരിലൂടെ എല്ലാം നമ്മൾ ഈ മുന്നേറ്റം ആയിട്ട് പോകുമ്പോൾ അവരിലൂടെ ഒത്തിരി വെളിച്ചവും കിട്ടും, ഒത്തിരി സഹായം നമുക്ക് കിട്ടും. പക്ഷേ ദൈവികമല്ലാത്ത ഒരു സംവിധാനത്തിലൂടെയോ ദൈവികരല്ലാത്ത വ്യക്തികളിലൂടെയോ ദൈവികമല്ലാത്ത മാർഗങ്ങളിലൂടെയോ ഒരിക്കലും ദൈവിക പദ്ധതി പ്രകാരമുള്ള ജീവിതത്തെ ക്രമീകരിക്കാൻ പോകരുത്. ഈശോയെ, ഇന്നത്തെ ഈ ശുശ്രൂഷ പങ്കെടുത്ത ഞങ്ങളെല്ലാവരെയും ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരും ഇപ്പോൾ അനുഗ്രഹിക്കണമേ. ദൈവിക വെളിപാടിൻ്റെ മുമ്പിൽ അബ്രാഹാം തലകുനിച്ച നിമിഷം ദൈവം തൻ്റെ ഏകപുത്രനെ ബലിയർപ്പിക്കാൻ അബ്രാഹത്തോട് ചോദിച്ചപ്പോൾ, അബ്രാഹത്തോട് പറഞ്ഞപ്പോൾ പൂർണ്ണ മനസ്സോടെ അബ്രാഹാം കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് അതിരാവിലെ പുറപ്പെട്ട ആ വലിയ സംഭവത്തിൻ്റെ ഒരു ചിത്രം ഞങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കട്ടെ. അബ്രാഹത്തെ പോലെ ഞങ്ങളും ദൈവത്തിൻ്റെ തിരിഹിതം വെളിപ്പെട്ട് കിട്ടിയാൽ പിന്നെ മാനുഷിക പരിഗണന കൂടാതെ തന്നെ ആ ദൈവതിരിഹിതം നടപ്പിലാക്കിയെടുക്കുന്നവരായി മാറട്ടെ. ഈ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാവരെയും അനുഗ്രഹിക്കണേ ഈശോയെ. കൂട്ടായ്മകളെയും കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ദമ്പതിമാരെയും യുവാക്കളെയും വിധവകളെയും വിഭാര്യരെയും വൃദ്ധരെയും വിദ്യാർത്ഥികളെയും കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. സമർപ്പിതരെ അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരുടെ ജീവിതത്തിലും അനുഗ്രഹവും വചനത്തിൻ്റെ അഭിഷേകവും നിറഞ്ഞു നിൽക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന യേശുക്കേ. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. ആരാധനയുടെ പുൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്ന് പാടുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും, ഈ ശുശ്രൂഷയെ വിവിധ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും ഇരുന്ന് പങ്കെടുക്കുന്ന എല്ലാവരും, അവരെ പീഡിപ്പിക്കുന്ന എല്ലാ രോഗപീഠകളും, എല്ലാ തരത്തിലുള്ള പൈശാചിക ശക്തികളെ ഉപദ്രവങ്ങളും എല്ലാം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ തിരുരക്തം ഈ ദിവ്യകാരുണ്യം വഴി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും വന്ന് വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ എല്ലാ പാപക്കറകളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ ചുടുചോര ഓരോ വ്യക്തിയെ ഇപ്പോൾ വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 യോഹന്നാൻ 1:7 അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മളെ ശുദ്ധീകരിക്കുന്നു. കർത്താവേ, പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അറിഞ്ഞും അറിയാതെ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുക്കാൻ തിരുവള്ളമാകണമേ. തിരുരക്തം ഞങ്ങളുടെ മേൽ വീഴ്ത്തണമേ കർത്താവേ. ഏതെല്ലാം മനസ്സ് മുറിവേറ്റിരിക്കുന്നുവോ, ഏതെല്ലാം ശരീരം രോഗബാധിതമായിരിക്കുന്നുവോ, ഏതെല്ലാം ആത്മാവ് പാപത്താൽ മലിനമാക്കപ്പെട്ടിരിക്കുന്നുവോ, ഈ ആത്മാവിലേക്കും മനസ്സിലേക്കും ശരീരത്തിലേക്കും ഓ ഈശോയെ അങ്ങയുടെ ചുടുചോര ഒഴുകി വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കഴുകുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയോട് പങ്കില്ലല്ലോ കർത്താവേ. അങ്ങ് ഞങ്ങളെ കഴുകണമേ കർത്താവേ. എല്ലാവരും ഇപ്പോൾ കഴുകണമേ കർത്താവേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവേ. പാപമോചനം നൽകണമേ കർത്താവേ. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് ഈ വലിയ ശുശ്രൂഷയുടെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലേക്കും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപികൾ മാനസാന്തരപ്പെടട്ടെ, ബന്ധനം മോചിക്കപ്പെടട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, അന്ധകാര ബന്ധനം അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ, ഊമർ സംസാരിക്കട്ടെ, നാവിന്റെ കെട്ടഴിയട്ടെ, ശ്വാസകോശ രോഗങ്ങൾ മാറട്ടെ, തലച്ചോരൻ രോഗങ്ങൾ മാറട്ടെ, മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, അവരുടെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. വായിലെ മോണയിലെ പല്ലിന്റെ രോഗങ്ങളെല്ലാം വിട്ടുപോകട്ടെ. തൊണ്ടയിലെ ശ്വാസകോശത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഹൃദയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ആമാശയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. കുടലിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. പ്രമേഹ രോഗം വിട്ടുപോകട്ടെ. പാൻക്രിയാസ് സൗഖ്യം പ്രാപിക്കട്ടെ. കരൾ രോഗം വിട്ടുപോകട്ടെ. എല്ലാ നാഡീഞരമ്പുകളും ബലം പ്രാപിക്കട്ടെ. അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ. അസ്ഥികളെ സുഖപ്പെടുത്തണമേ. തളർന്ന ശരീരം ബലം പ്രാപിക്കട്ടെ. ത്വക്ക് രോഗം മാറട്ടെ. രക്തത്തിന്റെ വൈകല്യങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതകരമായി സൗഖ്യം ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, മുറിവുകൾ മാറട്ടെ. എല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ പാപങ്ങളും നീങ്ങി പോകട്ടെ. കുടുംബങ്ങൾ ഐശ്വര്യം നിറയട്ടെ, അനുഗ്രഹം നിറയട്ടെ, സമൃദ്ധി നിറയട്ടെ. ഹല്ലേലൂയ. മുരളീധരൻ ഈ ആഴ്ച ഇവിടെ ധ്യാനിച്ചയാളാണ്. 2014 മാർച്ച് 9 മുതലുള്ള ഈ ധ്യാനത്തിൽ പങ്കെടുത്ത മുരളീധരന് ഒരു സന്ദേശം കർത്താവ് വെളിപ്പെടുത്തിയത് അവിടെ വിളിച്ചു പറഞ്ഞു. ഞാൻ വീണ് കൈയുടെ ഇവിടെ പരിക്ക് പറ്റി മടക്കാൻ നിവർത്താൻ പ്രയാസമുള്ള ഒരാളെ ഈശോ സുഖപ്പെടുത്തിയത്. മുരളീധരൻ തന്നെ സാക്ഷ്യം വരെ പറഞ്ഞു. 5 കൊല്ലം മുമ്പ് വീണതാ, കൈകൊത്തി വീണ് ഈ 2 വിരൽ മടങ്ങത്തില്ല, നിവർത്തില്ല. ഇപ്പം ഇതെല്ലാം ശരിയായി. അതുകൂടാതെ ഇവിടെ ഒടിഞ്ഞതാണ്. ഒരു ദിവസം പണിയെടുത്തില്ലെങ്കിൽ കൈ നീര് വരുമായിരുന്നു, പെയിൻറ്റിങ്. പിറ്റേ ദിവസം
ഇപ്പം 5 ദിവസമായി ഒന്നും ചെയ്യുന്നില്ല, നീരുമില്ല, ഒന്നുമില്ല. ഇവിടെ ഒടിഞ്ഞ് വേദന ഉണ്ടായിരുന്നു? വേദനയുണ്ട്, വേദനയൊക്കെ പോയി ഉണ്ടായിരുന്നു. മുരളീധരന്റെ വീട് എവിടെയാ? പത്തനംതിട്ട. അപ്പൊ ഈ കൈക്ക് വേദന ഉണ്ടായിരുന്നു? നല്ല വേദന ഉണ്ടായിരുന്നു. വിരല് മടക്കി നിർത്താൻ പറ്റില്ലായിരുന്നു. എത്ര വർഷം മുമ്പ് വീണത്? 5 വർഷം മുമ്പ്. 5 വർഷം മുമ്പ്. മുരളീധരൻ ആദ്യമായിട്ടാണോ ഇവിടെ വന്നത്? രണ്ടാമത്തെ പ്രാവശ്യം. അതെ. ആരാ സുഖപ്പെടുത്തിയത്? യേശു. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. സിസിലി എന്ന ഈ സഹോദരി തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. 6 വർഷമായിട്ട് കാലിൻ്റെ മുട്ടിൻ്റെ ഉള്ള വേദന ഇന്ന് മാറിയെന്ന് മാത്രമല്ല, 2 കൈപ്പത്തികളിലും ബ്ലഡ് സർക്കുലേഷൻ ബ്ലോക്കായി അവിടെ കരിവാളിച്ച് വന്ന് കൈ ഇങ്ങനെ മടക്കാനും നിവർത്താനും പറ്റാത്ത വിധത്തിൽ ഇടത് കൈക്ക് ഓപ്പറേഷൻ ചെയ്തു. വലത് കൈക്കും അതുപോലെ തന്നെ വേദന വന്ന് കൈപ്പത്തിക്കുള്ളിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. കൈ കൊണ്ട് ചോറ് വാരി ഉണ്ണാൻ പറ്റില്ല. സ്പൂൺ ഇങ്ങനെ പിടിച്ച് വായിൽ ഭക്ഷണം എടുത്ത് വെക്കുകയായിരുന്നു. ഇപ്പോൾ കൈ ചുരുട്ടി കാണിച്ച് കൈ ശരിക്ക് ചുരുട്ടാനും മടക്കാനും നിവർത്താനും ഒക്കെ പറ്റുന്നു. യാതൊരു ബുദ്ധിമുട്ടുമില്ല. പൂർണ്ണമായ സൗഖ്യം കർത്താവ് കൊടുത്തിരിക്കുന്നു. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ആനി ജോസ്, ഞാൻ ജയ്പൂരിൽ നിന്ന് വന്നതാണ്. 6 മാസം മുതലായിട്ട് എനിക്ക് കോക്സിസ് ബോണിന് വേദനയായിട്ട് ഡോക്ടർ എനിക്ക് റെസ്റ്റ് എടുക്കാനും അതുപോലെ സ്കൂട്ടറിൻ്റെ ടയർ ഇട്ട് അതിനകത്ത് സ്പോഞ്ചിൻ്റെ മെത്ത ഇട്ട് ഇരിക്കാനും അഡ്വൈസ് ചെയ്തു. എനിക്ക് ഹാർഡ് ബെഡിൽ ഇരിക്കാൻ ഒട്ടും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ 3 ദിവസത്തെ നട്ടലിൻ്റെ കോക്സിക്സ് ബോണ്ട് പരിക്ക് പറ്റിയവർക്ക് ഇരിക്കാൻ വേണ്ടി പ്രത്യേക രീതിയിൽ റൗണ്ട് ഈ ടയറിൻ്റെ ഷേപ്പ് ട്യൂബ് കിട്ടും, എയർ നിറച്ച ട്യൂബ്, അതിലേ ഇരിക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ളവർ ഹാർഡായിട്ടുള്ള കട്ടിയുള്ള ഒരു സർഫസിൽ അല്ലെങ്കിൽ ബെഡിൽ, മേശയിൽ, കസേരയൊന്നും ഇരിക്കാൻ പാടില്ല. അങ്ങനെയുള്ളവർ, അതാണ് സാധാരണ ഈ രോഗം, ഈ അപകടം ഉണ്ടായാലുള്ള കുഴപ്പം. ഇത് അപകടത്തിൻ്റെ ഫലമായി വന്നതായിരുന്നോ? വീണതിന്റെ ഫലമായി വന്നതായിരുന്നു. എന്നാ സംഭവം? 6 മാസം മുൻപ്. 6 മാസം മുമ്പ്. ഞാൻ 3 ദിവസം ട്രെയിനിലും തലേണ ഇട്ടിട്ട് തലേണ പുറത്തായിരുന്നു വന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്ക് ഇപ്പൊ ഈ കസേരയിൽ ഇരുന്നിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. ഇതുവരെ വേദനയായിരുന്നു? ഇല്ല, ഇതുവരെ വേദനയായിരുന്നു. എനിക്ക് ഇന്നലെ വരെ വേദന ഉണ്ടായിരുന്നു. ഇന്നാണ് എനിക്ക് പൂർണ്ണമായിട്ടും ഒട്ടും വേദനയില്ല. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613, ഫാക്സ് 0091 480 270 8097, ഇമെയിൽ mail.divintv@gmail.com, website www.drcm.org.